നാം ഓരോ പരീക്ഷകൾക്കായി തയ്യാറെടുക്കുമ്പോഴും നമുക്ക് ഓരോ പ്രതീക്ഷകളാണ്. ജീവിതത്തിൽ വിജയിക്കാൻ പോകുന്നു എന്ന പ്രതീക്ഷ. നമ്മുടെ പരാജയം ആഗ്രഹിച്ചവർക്ക് മുമ്പിൽ ജയിച്ചു കാണിച്ചു എന്ന സന്തോഷം. നമ്മെപ്പോലെ വിജയം ആഗ്രഹിക്കുന്നവർക്ക് മാതൃകയാവണം എന്ന പ്രതീക്ഷ. ആ പ്രതീക്ഷകൾക്ക് പൊലിമയേകാനായി നമുക്കൊന്ന് ഒരുമിച്ച് ട്രൈ ചെയ്താലോ? സ്വപ്നങ്ങൾക്ക് ഒട്ടും കുറവ് വരുത്താതെ പഠനം ആരംഭിച്ചാലോ? നാം ഇന്ന് നോക്കാൻ പോകുന്നത് ചരിത്രത്തിൽ തന്നെ ഒരു വലിയ സംഭവമായിരുന്ന മദർ ഓഫ് ഓൾ റെവല്യൂഷൻ എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചാണ്. കാര്യങ്ങളിൽ ഫ്രാൻസിൽ ഏകാധിപത്യ ഭരണമാണ് നിലനിന്നിരുന്നത്. ആരാലും ചോദ്യം ചെയ്യപ്പെടാതെ തന്നിഷ്ടപ്രകാരമുള്ള രാജഭരണം. കൂടാതെ ഭരണാധികാരികൾ ധൂർത്തന്മാരുമായിരുന്നു. രാജാവിന്റെ ഏകാധിപത്യ ഭരണത്തിനെതിരെയും സാമ്പത്തിക സാമൂഹിക അസമത്വത്തിനെതിരെയും 18-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ആരംഭിച്ച രാഷ്ട്രീയ സാമൂഹിക കലാപമായിരുന്നു ഫ്രഞ്ച് വിപ്ലവം. 17-18 നൂറ്റാണ്ടുകളിലായിരുന്നു ഫ്രഞ്ച് വിപ്ലവം നടന്നിരുന്നത്. ആ സമയങ്ങളിൽ ഫ്രാൻസിന്റെ അധികാര കേന്ദ്രം എന്ന് പറയുന്നത് വേഴ്സായ് കൊട്ടാരമായിരുന്നു. ഫ്രാൻസിൽ ആ സമയം ഭരിച്ചിരുന്നത് ലൂയി രാജാക്കന്മാരായിരുന്നു. അവരുടെ രാജവംശം എന്ന് പറയുന്നത് ബോർബോൺ ഡൈനാസിറ്റി ആയിരുന്നു. ഫ്രഞ്ച് സമൂഹത്തെ പ്രധാനമായും മൂന്നായി തിരിച്ചിരിക്കുന്നു. 3 എസ്റ്റേറ്റുകൾ എന്നാണ് അതിനെ വിളിക്കുക. ഒന്നാമത്തെ എസ്റ്റേറ്റിൽ പുരോഹിതന്മാരും, രണ്ടാമത്തെ എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാരും, മൂന്നാമത്തെ എസ്റ്റേറ്റിൽ കച്ചവടക്കാർ, എഴുത്തുകാർ, അധ്യാപകർ, ബാങ്കർ എന്നിവരടങ്ങുന്ന മധ്യവർഗവും കർഷകരും എല്ലാമായിരുന്നു മൂന്നാമത്തെ എസ്റ്റേറ്റിൽ അടങ്ങിയിരുന്നത്. ഒന്നാമത്തെ എസ്റ്റേറ്റും രണ്ടാമത്തെ എസ്റ്റേറ്റുകാരും ഭയങ്കര ധൂർത്ത ജീവിതമാണ് നയിച്ചിരുന്നത്. അവർക്ക് നികുതി കൊടുക്കുകയോ ഒന്നും വേണ്ടായിരുന്നു. മൂന്നാമത്തെ എസ്റ്റേറ്റുകാരിൽ നിന്നും നികുതി പിരിക്കുകയായിരുന്നു അവരുടെ പ്രധാന തൊഴിൽ. മൂന്നാമത്തെ എസ്റ്റേറ്റുകാർക്ക് ഭരണത്തിൽ ഒരവകാശവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒന്നാമത്തെ എസ്റ്റേറ്റുകാരോ ധാരാളം ഭൂപ്രദേശം കൈയവകാശം വെക്കുകയും കർഷകരിൽ നിന്ന് തിതെ എന്ന് പറയുന്ന നികുതി പിരിക്കുകയും എല്ലാത്തരം നികുതികളിൽ നിന്നും ഇവർ ഒഴിവാക്കപ്പെടുകയും ചെയ്തിരുന്നു. ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികളെല്ലാം അലങ്കരിച്ചത് ഈ പുരോഹിതന്മാർ എന്ന് പറയുന്ന ഒന്നാമത്തെ എസ്റ്റേറ്റുകാരായിരുന്നു. രണ്ടാമത്തെ എസ്റ്റേറ്റുകാരായിരുന്നു സൈനിക സേവനം നടത്തിയിരുന്നത്. കർഷകരിൽ നിന്ന് പലതരം നികുതികൾ പിരിച്ചു. വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിക്കുകയും നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും ഇവർ ചെയ്തിരുന്നു. ഇവർ വളരെ ആഡംബര ജീവിതമാണ് നയിച്ചിരുന്നത്. ഇവർക്കും വിശാലമായ ഭൂപ്രകൃതി കൈവശം ഉണ്ടായിരുന്നു. എന്നാൽ മൂന്നാമത്തെ എസ്റ്റേറ്റുകാരായിരുന്നു നികുതി കൊടുത്തിരുന്നത്. ഇവരുടെ ഭൂനികുതി അറിയപ്പെടുന്നത് തൈലെ എന്ന പേരിലാണ്. ഭരണത്തിൽ ഇവർക്ക് ഒരു അവകാശവും ഉണ്ടായിരുന്നില്ല. താഴ്ന്ന സാമൂഹിക പദവിയായിരുന്നു ഇവർക്ക് ലഭിച്ചിരുന്നത്. ഫ്രാൻസിൽ ഒരു വിപ്ലവം നടക്കാൻ വളരെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായിരുന്നു അവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത്. 1770 മുതൽ തന്നെ കാർഷിക രംഗം കടുത്ത പ്രതിസന്ധി നേരിട്ടിരുന്നു. അവിടുത്തെ ഉൽപാദനം കുറയുകയും ഈ 1730, 1780 കാലയളവിൽ ധാന്യങ്ങളുടെ വില 60% വർദ്ധിക്കുകയും എന്നാൽ കൂലിയിൽ ഗണ്യമായ വർധനവൊന്നും ഉണ്ടാകാതിരിക്കുകയും തീറ്റപ്പുൽ ക്ഷാമം വരികയും കന്നുകാലികളുടെ വളർത്തലിനെ ഇത് സാരമായി ബാധിക്കുകയും ചെയ്തു. ഇങ്ങനെ കന്നുകാലി വളർത്തലിലും ധാന്യങ്ങളുടെ ഉൽപാദനത്തിലും കാർഷിക രംഗത്തെല്ലാം കടുത്ത പ്രതിസന്ധി നേരിട്ടപ്പോൾ ഇതെന്ത് ചെയ്തു? ഫ്രാൻസിലെ ഒരു വിഭാഗം ജനങ്ങളെ ബാധിച്ചു. അങ്ങനെ ഫ്രാൻസ് എന്ത് ചെയ്തു? ബ്രിട്ടനുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെടുകയും ബ്രിട്ടനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഫ്രഞ്ചിലേക്ക് ഇറക്കുമതി ചെയ്യുകയും ചെയ്തു. ഇതെന്ത് ചെയ്തു? ഫ്രഞ്ച് വിപണി കീഴടക്കി. ബ്രിട്ടനിലെ ഉൽപ്പന്നങ്ങളെല്ലാം ഫ്രഞ്ച് വിപണി കീഴടക്കിയപ്പോൾ ഇത് കർഷകർക്കിടയിലും കരകൗശല തൊഴിലാളികൾക്കിടയിലും ഒരു അസംതൃപ്തിക്ക് ഇടയാക്കി. ഇവരെന്ത് ചെയ്തു? തൊഴിലാളികൾ തെരുവിൽ ഇറങ്ങേണ്ടി വന്നു. ഈ ബ്രിട്ടന്റെ ഉൽപ്പന്നങ്ങൾ ഫ്രഞ്ച് വിപണി കീഴടക്കിയതോടെ തൊഴിലാളികൾക്ക് എന്ത് ചെയ്തു? തെരുവിൽ ഇറങ്ങേണ്ടി വന്ന അവസ്ഥയായി. ഇത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഫ്രാൻസിൽ വരുത്തി. പ്രതിസന്ധി മറികടക്കാൻ വേണ്ടിയിട്ട് ലൂയി 16 ബാങ്കർമാരിൽ നിന്നും വൻതുക വായ്പ വാങ്ങുകയുണ്ടായി. ഇതിന് പകരം ബോണ്ടുകളാണ് നൽകിയിരുന്നത്. എന്നാൽ ഖജനാവ് കാലിയായിരുന്നതിനാൽ കൂടുതൽ വായ്പ നൽകുന്നതിൽ നിന്നും ബാങ്കർമാരെ ഇത് പിന്തിരിപ്പിച്ചു. നികുതിയിലെ അസമത്വം മധ്യവർഗം അതായത് ബാങ്കർമാർക്ക് ഭരണത്തിനെതിരെ തിരിയാൻ
കാരണമായി. ഫ്രഞ്ച് വിപ്ലവത്തില് വളരെയധികം സ്വാധീനം ചെലുത്തിയിരുന്നവരായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ചിന്തകന്മാർ. ഇവർ അതിൽ വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു. അപ്പൊ അവരിൽ കുറച്ചുപേരെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ചുപേരെ നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ ആളാണ് വോൾട്ടയർ. വോൾട്ടയർ എന്ന് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത് വോൾട്ടയർ. പുരോഹിതന്മാരുടെ ചൂഷണത്തെ ഹാസ്യരൂപേണ പരിഹസിച്ചായിരുന്നു വോൾട്ടയർ രചനകളും നിലപാടുകളും ഇറക്കിയിരുന്നത്. യുക്തിചിന്ത, സമത്വം എന്നിവയെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു. യുക്തിചിന്തയും സമത്വത്തെയും ഇദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു. പരിഹാസ രൂപേണ പറയാനുള്ള കാര്യങ്ങൾ, നിലപാടുകൾ, രചനകളിലൂടെ എല്ലാം ഇദ്ദേഹം പുറത്തിറക്കി. ഇത് കാരണം ഫ്രാൻസിൽ നിന്ന് ഇദ്ദേഹം പുറത്താക്കപ്പെടുകയാണ് ചെയ്തിരുന്നത്. അടുത്ത വ്യക്തി നമ്മൾ പഠിക്കുന്നത് റൂസോയെ കുറിച്ചാണ്. റൂസോ എന്ന് പറയുന്നത് നമുക്ക് ഫ്രഞ്ച് വിപ്ലവത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത വ്യക്തിയാണ്. ഭരണഘടനയിലും എല്ലാം ഇദ്ദേഹത്തിന്റെ ആശയങ്ങൾ വളരെ പ്രാധാന്യമുള്ളവയായിരുന്നു. റൂസോയെ അതുകൊണ്ട് തന്നെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇദ്ദേഹത്തിന്റെ ഒരുപാട് വാക്കുകൾ വളരെ പ്രശസ്തമായിരുന്നു. സ്വാതന്ത്ര്യനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ്. ജനങ്ങൾ പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചു. ജനങ്ങൾ തങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി ഒരു കരാർ പ്രകാരം രാജാവിനെ സൃഷ്ടിച്ചു. ഉത്തരവാദിത്തങ്ങൾ രാജാവ് ലംഘിച്ചിരിക്കുന്നു. അതിനാൽ രാജാവ് ഭരിക്കാൻ ഉള്ള അവകാശം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. നല്ല നിയമം നല്ല പൗരന്മാരെ സൃഷ്ടിക്കുന്നു എന്ന് അദ്ദേഹം വാദിച്ചു. ഇങ്ങനെ പ്രശസ്തമായ ഒരുപാട് ആശയങ്ങൾ അദ്ദേഹത്തിൽ നിന്നും വന്നു. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണെന്നുള്ളതൊക്കെ വളരെ പ്രശസ്തമായിരുന്നു ആ കാലത്ത്. ജനങ്ങളാണ് പരമാധികാരി എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. നല്ല നിയമം നല്ല പൗരന്മാരെ സൃഷ്ടിക്കുന്നു എന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു കൃതികളിൽ ഒന്നാണ് സാമൂഹിക ഉടമ്പടി എന്ന് പറയുന്നത്, സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഈ സോഷ്യൽ കോൺട്രാക്ട് എന്ന പുസ്തകത്തിലൂടെയാണ് ഇദ്ദേഹം റിപ്പബ്ലിക് എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിൾ എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത വ്യക്തിയാണ് മോണ്ടേസ്ക്യൂ. ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച വ്യക്തിയാണ് ഇദ്ദേഹം. ഗവൺമെന്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം എന്നിങ്ങനെ തരംതിരിച്ചത് ഈ വ്യക്തിയാണ്. ഗവൺമെന്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം എന്നിങ്ങനെ തരംതിരിച്ചത് മോണ്ടേസ്ക്യൂ ആണ്. ഇദ്ദേഹത്തിന്റെ പ്രശസ്ത കൃതിയാണ് നിയമത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത്. ജനാധിപത്യത്തെ റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിക്കുകയും ഗവൺമെന്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം എന്നിങ്ങനെ തരംതിരിച്ചു. നിയമത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നതാണ് മോണ്ടേസ്ക്യൂവിന്റെ പ്രധാന കൃതി എന്ന് പറയുന്നത്. അടുത്തത് ബ്രിട്ടീഷ് ചിന്തകനായിരുന്ന ജോൺ ലോക്ക് ആണ്. ജോൺ ലോക്ക് ആണ് ബ്രിട്ടീഷ് ചിന്തകനാണ്. ഇദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഫ്രഞ്ച് ജനതയെ ഒരുപാട് സ്വാധീനിച്ചിരുന്നു. ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതിയാണ് ടു ട്രീറ്റീസ് ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. ടു ട്രീറ്റീസ് ഓഫ് ഗവൺമെന്റ് ജോൺ ലോക്കിന്റെ പ്രശസ്തമായ കൃതികളിൽ ഒന്നാണ്. ഇദ്ദേഹം ഫ്രഞ്ച് ചിന്തകനായിരുന്നു. പിന്നീടാണ് ഫിസിയോക്രാറ്റുകൾ. സാമ്പത്തിക വിദഗ്ധരായിരുന്നു. ഫ്രാൻസിലെ ഏറ്റവും കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടപ്പോൾ ലൂയി 16 രാജാവാണ് ടാർഗോയെയും നെക്കറെയും സാമ്പത്തിക വിദഗ്ധരായി നിയോഗിച്ചത്. എന്നാൽ ഇവരുടെ ചിന്തകളും ഇവർ പ്രാധാന്യം കൊടുത്തതും മധ്യവർഗത്തിന്റെ താല്പര്യങ്ങൾക്കായിരുന്നത് കൊണ്ട് ഇവരെ പിന്നീട് പുറത്താക്കുകയും ചെയ്തിരുന്നു. കൃഷിക്ക് പ്രോത്സാഹനം നൽകുകയും വ്യാപാര സ്വാതന്ത്ര്യം അനുവദിക്കുകയും ചെയ്തിരുന്നു. ഇവർ മധ്യവർഗത്തെ പ്രോത്സാഹിപ്പിച്ചതുകൊണ്ട് പ്രഭുക്കന്മാരും പുരോഹിതന്മാരും ചേർന്ന് ഇവരെ പുറത്താക്കുകയും ചെയ്തു, ടാർഗോനെയും നെക്കറെയും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒന്നാമത്തെ എസ്റ്റേറ്റുകാരും രണ്ടാമത്തെ എസ്റ്റേറ്റുകാരും യാതൊരു നികുതിയും നൽകേണ്ടിയിരുന്നില്ല. മൂന്നാമത്തെ എസ്റ്റേറ്റുകാരായിരുന്നു എല്ലാ നികുതികളും നൽകേണ്ടിയിരുന്നത്. എന്നാൽ വോങ്തിയം എന്ന് പറയുന്ന ഈ നികുതി എല്ലാ വിഭാഗം ജനങ്ങളും നൽകേണ്ടിയിരുന്നു.
1749 ഈ നികുതി ഏർപ്പെടുത്തിയത്. വരുമാനത്തിന്റെ 1/20 ഭാഗം നികുതിയായി നൽകണമായിരുന്നു. എന്നാൽ പ്രഭുക്കളും പുരോഹിതരും അടങ്ങിയ ഒന്നാമത്തെ എസ്റ്റേറ്റുകാരും രണ്ടാമത്തെ എസ്റ്റേറ്റുകാരും ചെറിയൊരു തുക മാത്രം നൽകി നികുതിയിൽ നിന്ന് ഒഴിവാകുകയും ചെയ്തു. തികച്ചും ജനവിരുദ്ധമായ നികുതി എന്നായിരുന്നു അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ഗാബൽ. 13-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇത് എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഉണ്ടായിരുന്നെങ്കിൽ ഇത് 15-ാം നൂറ്റാണ്ടായപ്പോൾ ഇത് ഉപ്പിന് മാത്രമായി ചുരുങ്ങി. 1790 മാർച്ചിൽ ഗാബൽ നിർത്തലാക്കിയെങ്കിലും 1806 നെപ്പോളിയന്റെ ഭരണത്തോടെ ഇത് വീണ്ടും തിരികെ കൊണ്ടുവരികയും ചെയ്തു. എസ്റ്റേറ്റ് ജനറൽ. ഫ്രഞ്ച് പാർലമെന്റ് അറിയപ്പെട്ടിരുന്ന പേരായിരുന്നു എസ്റ്റേറ്റ് ജനറൽ. എസ്റ്റേറ്റ് ജനറലിൽ 3 എസ്റ്റേറ്റുകളിൽ നിന്നും അംഗങ്ങൾ ഉണ്ടായിരുന്നു. 285 പേർ ഒന്നാം എസ്റ്റേറ്റിൽ നിന്നും, 308 പേർ രണ്ടാം എസ്റ്റേറ്റിൽ നിന്നും, മൂന്നാം എസ്റ്റേറ്റിൽ നിന്ന് 621 പേരും ഉണ്ടായിരുന്നു. 1614 അവസാനമായി ഇവർ സമ്മേളിച്ചത്. എന്നാൽ 175 വർഷങ്ങൾക്ക് ശേഷം 1789 വീണ്ടും ജനപ്രതിനിധി സഭയായ എസ്റ്റേറ്റ് ജനറൽ ലൂയി 16 നികുതികൾ ചുമത്തുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാനായി വിളിച്ചുകൂട്ടി. ഇതിനൊരു പ്രത്യേക സാഹചര്യം ഉണ്ടായിരുന്നു. ലൂയി 14 ഭരണകാലത്ത് ഫ്രാൻസിൽ സാമ്പത്തിക തകർച്ച നേരിട്ടു. ലൂയി 16 ഭരണത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ സമർത്ഥനായ മന്ത്രിയായിരുന്ന ട്യൂർഗോ അനേകം ചെലവ് ചുരുക്കൽ പദ്ധതികൾ കൊണ്ടുവരികയും ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ഫ്രാൻസിനെ രക്ഷിക്കുകയും ചെയ്തു. ടൂർഗോയുടെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയ ശേഷം അധികാരത്തിലെത്തിയ പ്രസിദ്ധനായ ബാങ്കറായിരുന്നു നെക്കർ എന്ന് പറയുന്ന ആൾ. ടൂർഗോയും നെക്കറും നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ ഫ്രാൻസിലെ മധ്യവർഗത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ളവയായിരുന്നു. ഇതെന്ത് ചെയ്തു? പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ഇടയിൽ ഒരു അസംതൃപ്തി ഇടയാക്കി. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? നെക്കറെയും പുറത്താക്കിയപ്പോൾ ഉണ്ടായ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനും നികുതിയെക്കുറിച്ച് ചർച്ച ചെയ്യാനുമാണ് 175 വർഷങ്ങൾക്ക് ശേഷം ലൂയി 16 സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തത്. 1ഉം 2ഉം സഭകളിലെ എസ്റ്റേറ്റ് അംഗങ്ങളുടെ അംഗത്വം എന്ന് പറയുന്നത് പരമ്പരാഗതമായിരുന്നു. എന്നാൽ 3ആം സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് വോട്ടെടുപ്പിലൂടെ ആയിരുന്നു. ഒരു സഭയ്ക്ക് ഒരു വോട്ട് എന്നതായിരുന്നു അവിടുത്തെ ചട്ടം. ഈ ചട്ടത്തിന് എതിരെയായിരുന്നു 3ആമത്തെ എസ്റ്റേറ്റുകാർ ഉണ്ടായിരുന്നത്. 3ആമത്തെ എസ്റ്റേറ്റുകാരെ അറിയപ്പെട്ടിരുന്നത് കോമൺസ് എന്ന പേരിലാണ്. 3ആം എസ്റ്റേറ്റുകാരുടെ അഭിപ്രായത്തിൽ ഓരോ എസ്റ്റേറ്റിലെ ഓരോ അംഗങ്ങൾക്കും വോട്ട് നൽകണമെന്നായിരുന്നു 3ആം എസ്റ്റേറ്റുകാർ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ആദ്യ 2 സഭകളും ഇതിനെ അനുകൂലിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ വോട്ട് ചെയ്യുന്നതിന്റെ തർക്കം തുടരവേ എന്ത് ചെയ്തു? 3ആം എസ്റ്റേറ്റുകാര് ഇവരാണ് ഫ്രഞ്ച് ദേശീയ സഭ എന്ന് പ്രഖ്യാപിച്ചു. 1789 ജൂൺ 17-ാം തീയതിയാണ് ഇവരെന്ത് ചെയ്തത്? താങ്കളാണ് ഫ്രഞ്ച് നാഷണൽ അസംബ്ലി എന്ന് പ്രഖ്യാപനം നടത്തിയത്. ഇതോടുകൂടി ലൂയി 16 3ആം എസ്റ്റേറ്റ് ഹാള് പിരിച്ചുവിട്ടു. ജൂൺ 20 ഇവരെന്ത് ചെയ്തു? 1789 ജൂൺ 20 3ആമത്തെ എസ്റ്റേറ്റുകാർ അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിക്കുകയും രാജാവിന്റെ അധികാരം പരിമിതപ്പെടുത്തിക്കൊണ്ട് ഫ്രാൻസിനായി ഒരു പുതിയ ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ പിരിയുകയുള്ളൂ എന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ഈ സത്യപ്രതിജ്ഞയാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് അറിയപ്പെടുന്നത്. ഈ സത്യപ്രതിജ്ഞയ്ക്ക് നേതൃത്വം നൽകിയത് സെൽവിൻ ബൈലി, അബേസിയസ്, മിറാബോ തുടങ്ങിയവരായിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വിപ്ലവത്തിന്റെ ആരംഭമായിരുന്നു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലൂയി 16 നെക്കറെ എന്ത് ചെയ്തു? പിരിച്ചുവിട്ടു. അങ്ങനെ പാരീസിൽ നിന്ന് വിട്ടുപോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ വീണ്ടും എന്ത് ചെയ്തു? ഫ്രാൻസിന്റെ
സാമ്പത്തിക സ്ഥിതി മോശമാകാൻ തുടങ്ങി. അങ്ങനെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് എന്ത് ചെയ്തു? ഒരു കൂട്ടം ജനക്കൂട്ടം ബാസ്റ്റിൽ ജയിലിൽ ഒത്തുചേർന്നു. 1789 ജൂലൈ 14 ഇവരെന്ത് ചെയ്തു? ബാസ്റ്റിൽ ജയിൽ കോട്ട തകർത്തു. അങ്ങനെ ബാസ്റ്റിലിന്റെ തകർച്ച ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായി കണക്കാക്കുന്നു. ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായാണ് എന്ത്? ബാസ്റ്റിൽ ജയിൽ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ദേശീയ സഭ പാസാക്കിയ നിയമങ്ങൾ ലൂയി 16 അനുമതി നൽകുകയും ചെയ്തു. അനുമതി നൽകിയ നിയമങ്ങൾ ഏതൊക്കെയാന്ന് വെച്ചാൽ അടിമത്തം നിർത്തലാക്കി, പ്രഭുക്കളുടെ അധികാരം റദ്ദാക്കി, കത്തോലിക്ക സഭയ്ക്ക് കർഷകർ നൽകേണ്ടിയിരുന്ന നികുതി റദ്ദാക്കി, അധിക നികുതിയും റദ്ദാക്കി. ഇങ്ങനെ അടങ്ങുന്ന നിയമങ്ങളാണ് ലൂയി 16 അനുമതി നൽകിയത്. സ്ത്രീകളും വിപ്ലവവും. പാരീസ് നഗരത്തിൽ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണം എന്ന മുദ്രാവാക്യവുമായി വേഴ്സായ് കൊട്ടാരത്തിലോട്ട് ഒരു പ്രകടനം നടത്തി. 1789 ഒക്ടോബറിലാണ് ഈ പ്രകടനം നടത്തിയത്. അവരുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഭക്ഷണം വേണം എന്നതായിരുന്നു. സ്ത്രീ വിപ്ലവങ്ങൾ കൊണ്ടുണ്ടായ നേട്ടം എന്ന് പറയുന്നത് സ്വത്തിനു മേലുള്ള അവകാശം അവർക്ക് കിട്ടി, വിവാഹമോചനം നേടാനുള്ള അവകാശവും അവർക്ക് കിട്ടി. മാഡം ഇഴാൻ റോളണ്ട് ആയിരുന്നു വിപ്ലവങ്ങളുടെ എല്ലാം വനിതാ നേതാവ് എന്നറിയപ്പെടുന്നത്. ഒളിംപെ ഗ്യൂഷ് ഇതിന് വേണ്ടി ഒരു കൃതി എഴുതുകയും ആ കൃതികളുടെ പേരെന്ന് പറയുന്നത് സ്ത്രീകളുടെയും സ്ത്രീ പൗരരുടെയും അവകാശ പ്രഖ്യാപനം എന്നായിരുന്നു. ദി ഡിക്ലറേഷൻ ഓഫ് ദി റൈറ്റ് ഓഫ് വുമൺ ആൻഡ് ഫീമെയിൽ സിറ്റിസൺസ്. പുരുഷന്മാർക്ക് ലഭിച്ച അവകാശങ്ങൾ സ്ത്രീകൾക്കും ലഭിക്കണമെന്നാണ് ഇതിലൂടെ അവർ ആവശ്യപ്പെട്ടത്. ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം 1789. ഫ്രഞ്ച് ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് 1789 ഓഗസ്റ്റ് 12 ദേശീയ അസംബ്ലി തയ്യാറാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനം പ്രതിഫലിപ്പിക്കുന്ന ആശയങ്ങൾ ഫ്രഞ്ച് ചിന്തകനായ റൂസോയുടേതായിരുന്നു. ദേശീയ അസംബ്ലി ഫ്രഞ്ച് ദേശീയ സഭ ഫ്രാൻസിന്റെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ രംഗത്ത് നടപ്പാക്കിയ പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത് ഒരു ഏകീകൃത ഭരണഘടന അവർ കൊണ്ടുവന്നു. അസൈനാറ്റ് എന്ന കറൻസി പുറത്തിറക്കി, മതമേധാവികളുടെ സ്വത്തുകൾ കണ്ടുകിട്ടി, പൂർണ്ണമായ മതസഹിഷ്ണുത പ്രഖ്യാപിച്ചു, പുരോഹിതരെ ഗവൺമെന്റ് ശമ്പളം പറ്റുന്നവർ ആക്കി മാറ്റി. അസൈനാറ്റ് എന്ന് പറയുന്നത് 1789 ഫ്രാൻസ് പുറത്തിറക്കിയ ഒരു പേപ്പർ കറൻസിയുടെ പേരായിരുന്നു. ഭീകരവാഴ്ചയും സെപ്റ്റംബർ കൂട്ടക്കൊലയും. 1712 ദേശീയസഭയ്ക്ക് പകരം നാഷണൽ കൺവെൻഷൻ നിലവിൽ വന്നു. 1712 ദേശീയസഭയ്ക്ക് പകരം നാഷണൽ കൺവെൻഷൻ നിലവിൽ വന്നു. നാഷണൽ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു. നാഷണൽ കൺവെൻഷൻ ഫ്രാൻസിനെ എന്ത് ചെയ്തു? ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു. അങ്ങനെ അവരെന്ത് ചെയ്തു? ലൂയി 16 വധശിക്ഷയ്ക്കും വിധേയനാക്കി. അങ്ങനെ നാഷണൽ കൺവെൻഷൻ 1793 ഫ്രാൻസിന് വേണ്ടി ഒരു പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു. ഈ പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചത് എന്തിനാന്ന് വെച്ചാൽ ഫ്രാൻസിനെ ആക്രമിക്കുന്നതിനെതിരെ, അതായത് ബ്രിട്ടൻ, ഓസ്ട്രിയ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഫ്രാൻസിനെ ആക്രമിക്കുന്നതിനെതിരെ രൂപീകരിച്ച കമ്മിറ്റിയായിരുന്നു പൊതുസുരക്ഷാ കമ്മിറ്റി. ബ്രിട്ടൻ, ഓസ്ട്രിയ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഫ്രാൻസിനെ ആക്രമിക്കുന്നതിനെതിരെ രൂപീകരിച്ച കമ്മിറ്റിയായിരുന്നു പൊതുസുരക്ഷാ കമ്മിറ്റി. പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചത്
1893-ലാണ്. പൊതുസുരക്ഷാ കമ്മിറ്റിയുടെ നേതൃത്വം വഹിക്കുന്നതോടൊപ്പം പാരീസിലെ ഭരണം നിയന്ത്രിച്ചിരുന്നതും ഡാൻഡൻ, ഹെർബർട്ട്, മരാട്ട്, റോബിസ്പിയർ എന്നിവരായിരുന്നു. അതില് പൊതുസുരക്ഷാ കമ്മിറ്റിയുടെ നേതാവായിരുന്നു റോബിസ്പിയർ. ആരൊക്കെയായിരുന്നു പാരീസിന്റെ ഭരണം നിയന്ത്രിച്ചിരുന്നതെന്ന് ചോദിച്ചാൽ ഡാൻഡൻ, ഹെർബർട്ട്, മരാട്ട്, റോബിസ്പിയർ. അങ്ങനെ ഇവരെല്ലാവരും എന്ത് ചെയ്തു? പ്രഭുക്കളെയും പുരോഹിതന്മാരെയും രാജാവിനെ അനുകൂലിച്ചിരുന്നവരെയും എല്ലാം രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിൽ അടച്ചു. അങ്ങനെ ജയിൽ നിറയാറായപ്പോൾ 1500ഓളം പേരെ പാരീസിന്റെ തെരുവിൽ വെച്ച് കൊന്നൊടുക്കി. ഈ കൂട്ടക്കൊലയെയാണ് സെപ്റ്റംബർ കൂട്ടക്കൊല എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് പ്രഭുക്കർ, പുരോഹിതർ, രാജാവിന്റെ അനുകൂലികൾ എന്നിവരെ എല്ലാം ഇവരെന്ത് ചെയ്തു? ജയിലിലടച്ചു. 1500ഓളം പേര് പാരീസിന്റെ തെരുവുകളിൽ വെച്ച് കൊന്നൊടുക്കി. ഈ കൂട്ടക്കൊലയെ സെപ്റ്റംബർ കൂട്ടക്കൊല എന്ന പേരിൽ അറിയപ്പെടുന്നു. ഭീകരവാഴ്ച കാലത്ത് ഇവരുപയോഗിച്ചിരുന്ന ശത്രുക്കളെ കൊല്ലാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമായിരുന്നു ഗില്ലറ്റിൻ എന്ന് പറയുന്നത്. ആ ഗില്ലറ്റിൻ ഉപയോഗിച്ചാണ് അവരെന്ത് ചെയ്തത്? ലൂയി 16-നെയും ലൂയി 16-ന്റെ ഭാര്യയായ മേരി അറ്റോയിനെറ്റിനെയും എന്ത് ചെയ്തു? വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത്. ഇതേ ഗില്ലറ്റിൻ ഉപയോഗിച്ച് വധശിക്ഷയ്ക്ക് വിധേയനായ വ്യക്തിയാണ് നമ്മുടെ പൊതുസുരക്ഷാ കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്ന പൊതുസുരക്ഷാ കമ്മിറ്റിയുടെ നേതൃത്വം വഹിച്ചിരുന്ന റോബിസ്പിയർ. നിലവിലെ കലണ്ടർ ഉപേക്ഷിക്കുകയും വിപ്ലവ കലണ്ടർ അവർ പുറത്തിറക്കുകയും സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. വിപ്ലവ കലണ്ടർ എന്ന് പറഞ്ഞാൽ ഫ്രാൻസിൽ നിലവിലുണ്ടായിരുന്ന ഗ്രിഗോറിയൻ കലണ്ടറിന് പകരമായി 1793 ഒക്ടോബറിൽ നിലവിൽ വന്ന കലണ്ടറാണ് വിപ്ലവ കലണ്ടർ. വിപ്ലവ കലണ്ടർ എന്ന പേരിൽ പ്രശസ്തമായ ഈ കലണ്ടർ തുടങ്ങുന്നത് ഫ്രാൻസ് റിപ്പബ്ലിക്കായി മാറിയ 1792 സെപ്റ്റംബർ 22-നാണ്. അപ്പൊ ഫ്രാൻസ് റിപ്പബ്ലിക്കായി മാറിയ 1792 സെപ്റ്റംബർ 22-നാണ് വിപ്ലവ കലണ്ടർ നിലവിൽ വന്നത്. ഈ കലണ്ടറിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതില് 7 ദിവസങ്ങളുള്ള ആഴ്ചകൾക്ക് പകരം 10 ദിവസം വീതമുള്ള 3 ദശകങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. പിന്നീട് ഈ കലണ്ടർ പൂർണ്ണമായും മതേതരത്വ കലണ്ടർ ആയിരുന്നു. പിന്നീട് വിപ്ലവത്തിന്റെ 12-ാം വർഷം വരെ ഈ കലണ്ടറാണ് ഫ്രാൻസിൽ പ്രചരിച്ചിരുന്നത്. അതായത് 1801 വരെ ഈ കലണ്ടറാണ് ഫ്രാൻസിൽ പ്രചരിച്ചിരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഫ്രാൻസിൽ ശത്രുക്കളെ എന്ന് തോന്നുന്നവരെ വധിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമായിരുന്നു ഗില്ലറ്റിൻ എന്ന് പറയുന്നത്. ഗില്ലറ്റിൻ ഉപയോഗിച്ചാണ് അവര് അവിടുത്തെ രാജാവായിരുന്ന ലൂയി 16-ാമൻ രാജാവിനെയും മേരി അറ്റോയിനെറ്റ് രാജ്ഞിയെയും വധിച്ചിരുന്നത്. ഭീകരവാഴ്ചയുടെ കാലത്ത് വിപ്ലവ നേതാവായിരുന്ന റോബസ്പിയറിനെയും ഗില്ലറ്റിനാണ് വധിച്ചത്. ഈ ഗില്ലറ്റിൻ എന്ന ആശയം നിർദ്ദേശിച്ചത് ഡോക്ടർ ജോസഫ് ഇഗ്നാസ് ഗിലോട്ടിൻ ആണ്. ഇദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ് ഈ ഗില്ലറ്റിൻ എന്ന അറിയപ്പെടുന്നതും. ഇനി ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഉയർന്നു വന്ന 2 വിഭാഗങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്നാമത്തെ വിഭാഗമാണ് ജാക്കോബിയനുകൾ. റൂബസ്പിയർ ആയിരുന്നു ഇവരുടെ നേതാവ്. റൂബസ്പിയർ ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു. പുള്ളിയായിരുന്നു പൊതുസുരക്ഷാ കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയിരുന്നതും പിന്നീട് ഗില്ലറ്റിൻ ഉപയോഗിച്ച് വധിക്കപ്പെട്ട പൊതുസുരക്ഷാ കമ്മിറ്റി നേതാവുമായിരുന്നു റൂബസ്പിയർ. റൂബസ്പിയർ ആയിരുന്നു ജാക്കോബിയനുകളുടെ നേതാവ് എന്ന് പറയുന്നത്. ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഉയർന്നു വന്ന രാഷ്ട്രീയ സാമൂഹിക വിഭാഗമായിരുന്നു ജാക്കോബിയനുകൾ എന്ന് പറയുന്നത്. ഇവർക്ക് ഈ പേര് ലഭിക്കാൻ കാരണം ഇവരുടെ ആദ്യ യോഗം ജാക്കോബിൻ കോൺവെന്റിൽ വെച്ചാണ് കൂടിയത്. അതിനാലാണ് ഇവർക്ക് ജാക്കോബിയനുകൾ എന്ന പേര് അറിയപ്പെടുന്നത്. അടുത്ത വിഭാഗമാണ് ജിറോയിന്റിസ്റ്റുകൾ. ജിറോയിന്റിസ്റ്റുകൾക്കും പേര് ലഭിച്ചത് ഇവരുടെ പ്രദേശം എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറുള്ള ജിറോയിന്റ്
പ്രദേശത്ത് നിന്നുള്ളവരാണ്. അതുകൊണ്ടാണ് ഇവർക്ക് ജിറോയിന്റിസ്റ്റുകൾ എന്ന പേര് ലഭിച്ചത്. ഫ്രഞ്ച് വിപ്ലവത്തിൽ പങ്കെടുത്ത മറ്റൊരു വിഭാഗമായിരുന്നു ഇവർ. ഇവർ മിതവാദികളായിരുന്നു. ഭൂവുടമകളും വ്യാപാരികളുമായിരുന്ന സമ്പന്നരായിരുന്നു ഇവർ. അടുത്തതായി നമ്മൾ കാണുന്നത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സംഭവങ്ങളെ ബേസ് ചെയ്തുള്ള ഒരു ചാർട്ടാണ്. അതിൽ ഒന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് 1789 ജൂലൈ 14 നടന്ന ബാസ്റ്റിൽ ജയിൽ തകർത്തതുമായി ബന്ധപ്പെട്ടാണ്. ഇതിൽ സ്വാതന്ത്ര്യം, സമത്വം, സ്വാഹോദര്യം എന്ന മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ ബൂർബൺ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ബാസ്റ്റിൽ ജയിൽ തകർത്തു. ഇത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായി കണക്കാക്കുന്നു. 1789 ജൂലൈ 14 ബാസ്റ്റിൽ ജയിൽ തകർത്തത്. 1789 ഓഗസ്റ്റ് 12 ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി. 1789 ഓഗസ്റ്റ് 12 ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കി. 1789 ഒക്ടോബർ പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണം എന്ന മുദ്രാവാക്യവുമായി വേഴ്സായ് കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തി. സ്ത്രീകൾ ഭക്ഷണം വേണം എന്ന മുദ്രാവാക്യവുമായി വേഴ്സായ് കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തിയത് 1789 ഒക്ടോബറിലാണ്. പിന്നീട് 1792 സെപ്റ്റംബറിൽ ഫ്രാൻസ് ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടു. ഫ്രാൻസിലെ ദേശീയ കൺവെൻഷനാണ് ഫ്രാൻസിനെ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചത് 1792 സെപ്റ്റംബറിൽ. അക്കാലത്ത് വളരെ പ്രശസ്തരായിരുന്ന ചരിത്രകാരനായിരുന്ന വിൽ ഡ്യൂറന്റും ഏരിയൽ ഡ്യൂറന്റും പറഞ്ഞ ഒരു പ്രശസ്ത പ്രസ്താവനയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അസംതൃപ്തരായ കർഷക വർഗത്തെ ആയുധമാക്കിക്കൊണ്ട് പൗരോഹിത്യത്തെയും പ്രഭുത്വത്തെയും തകിടം മറിക്കുകയും അസ്വസ്ഥരായ നഗരവാസികളെ കൊണ്ട് രാജകീയ സേനകളെ നിർവീര്യമാക്കുകയും ചെയ്ത ബൂർഷ്വാസികളുടെ പ്രവർത്തനമായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സത്ത എന്നാണ് വിൽ ഡ്യൂറന്റും ഏരിയൽ ഡ്യൂറന്റും പറഞ്ഞിരിക്കുന്നത്. ബൂർഷ്വാസി എന്നാൽ നഗരവാസി എന്നാണ് അർത്ഥം. അസംതൃപ്തരായ കർഷക വർഗത്തെ ആയുധമാക്കിക്കൊണ്ട് പൗരോഹിത്യത്തെയും പ്രഭുത്വത്തെയും തകിടം മറിക്കുകയും അസ്വസ്ഥരായ നഗരവാസികളെ കൊണ്ട് രാജകീയ സേനകളെ നിർവീര്യമാക്കുകയും ചെയ്ത ബൂർഷ്വാസികളുടെ പ്രവർത്തനമായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സത്ത എന്നാണ് വിൽ ഡ്യൂറന്റും ഏരിയൽ ഡ്യൂറന്റും പറഞ്ഞിരിക്കുന്നത്. സാൻസ്ക്യുലോട്ടുകൾ എന്ന് പറഞ്ഞാൽ ഫ്രഞ്ചില് ഉന്നതരായി ഇരുന്നവർ കാൽമുട്ട് വരെയുള്ള ഫ്രിഞ്ചുകൾ ആണ് ഫ്രിഞ്ചുകൾ എന്ന ഒരുതരം പാന്റാണ് ധരിച്ചിരുന്നത്. ഫ്രിഞ്ചുകൾ എന്ന് പറയുന്ന ഒരുതരം പാന്റാണ് ധരിച്ചിരുന്നത്. ഇവരോടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി പാന്റലോൺ എന്ന നീളൻ പാന്റുകൾ ധരിച്ചുകൊണ്ട് ഇവരോടുള്ള പ്രതിഷേധം സൂചിപ്പിച്ചു. ഈ പ്രതിഷേധത്തെയാണ് സാൻസ്ക്യുലോട്ടുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് ഫ്രാൻസിലുണ്ടായിരുന്ന ഉന്നതരായുള്ളവർ ധരിച്ചിരുന്ന ഒരു പ്രത്യേകതരം പാന്റുകളാണ് ഫ്രിഞ്ചുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവരോടുള്ള പ്രതിഷേധമായി പാന്റലോൺ എന്ന് പറയുന്ന നീളം പാൻസ് ധരിക്കുന്നതിനെയാണ് സാൻസ്ക്യുലോട്ടുകൾ എന്ന് പറഞ്ഞിരുന്നത്. മറ്റൊന്നാണ് ഫ്രിജിയൻ തൊപ്പി. അടിമത്തത്തിൽ നിന്ന് മോചിക്കപ്പെട്ടവർ എന്ന അർത്ഥത്തിൽ ചുവന്ന നിറത്തിലുള്ള ഫ്രീജിയൻ തൊപ്പികൾ ധരിച്ചിരുന്നു. അടിമത്തത്തിൽ നിന്ന് മോചിക്കപ്പെട്ടവർ എന്ന അർത്ഥത്തിൽ ചുവന്ന നിറത്തിലുള്ള ഫ്രീജിയൻ തൊപ്പികൾ ധരിച്ചിരുന്നു. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയുടെ സമയത്ത് തന്നെ മൂന്നാം എസ്റ്റേറ്റുകാർ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് പുതിയ ഭരണഘടന രൂപീകരിച്ചാൽ മാത്രമേ പിരിഞ്ഞു പോവുകയുള്ളൂ. അതുപോലെ തന്നെ 1795 ഭീകരവാഴ്ചയ്ക്ക് ശേഷം പുതിയൊരു ഭരണഘടന ഫ്രാൻസിൽ നിലവിൽ വന്നു. 5 അംഗ സമിതിയാണ് ഈ ഭരണം നടത്തിയിരുന്നത്. ഈ സംവിധാനത്തെ വിളിച്ചിരുന്ന പേരാണ് ഡയറക്ടറി.
ഈ സംവിധാനത്തെ വിളിച്ചിരുന്ന പേരാണ് ഡയറക്ടറി. ഫ്രഞ്ച് ഭരണഘടനയിൽ റൂസോയുടെ സാമൂഹിക ഉടമ്പടിയും മൊണ്ടസ്ക്യൂയുടെ ഭരണാധികാരത്തിന്റെ വിഭജന തത്വവും എല്ലാം വളരെ സ്വാധീനം ചെലുത്തിയിരുന്നു. പിന്നീട് ഡയറക്ടറിയിൽ ഉണ്ടായിരുന്ന കുറച്ച് പ്രശ്നങ്ങൾ കാരണവും അഴിമതികൾ കാരണവും ഡയറക്ടറി വലിയൊരു തകർച്ചയിലേക്ക് നയിക്കാൻ ഇത് കാരണമായി. വിപ്ലവത്തിന്റെ അനന്തരഫലങ്ങൾ. ഈ ഫ്രഞ്ച് വിപ്ലവം കാരണം രാജ്യത്തിലും ഫ്രാൻസിലും എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു എന്നാണ് ഇതിൽ പറയുന്നത്. ആധുനിക ദേശീയത എന്ന ആശയം ലോകത്തിലെ ആധുനിക ദേശീയത എന്ന ആശയം ലോകത്തിലേക്ക് എത്തിച്ചത് ഫ്രഞ്ച് വിപ്ലവത്തിലൂടെയാണ്. ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ചയ്ക്ക് ഇത് കാരണമാവുകയും പഴയ ഭരണ നിയമങ്ങൾ ഇല്ലാതാവുകയും ചെയ്തു. പ്രഭുക്കൾക്ക് ഭൂമി കണ്ടുകെട്ടി, മറ്റെല്ലാ ആനുകൂല്യങ്ങളും നിർത്തലാക്കി, ഏകീകൃത അളവ് തൂക്ക സമ്പ്രദായം നടപ്പിലാക്കി, രാജ്യത്തിന്റെ നിലനിൽപ്പ് ദേശീയതയിലൂടെയാണെന്ന ബോധം ലോകത്തിന് പ്രദാനം ചെയ്തു. രാജ്യം എന്നാൽ പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. രാഷ്ട്രമെന്ന സങ്കല്പം പൂർണ്ണ അർത്ഥത്തിൽ നിലവിൽ വന്നത് ഫ്രഞ്ച് വിപ്ലവാനന്തരമാണ്. റൂസോയുടെ ജനങ്ങളുടെ പരമാധികാരം എന്ന ആശയം ജനാധിപത്യ ഭരണക്രമത്തിന് അടിത്തറ പാകി. ഇതൊക്കെയാണ് ഫ്രഞ്ച് വിപ്ലവത്തിലൂടെ ലോകത്തിനും ഫ്രഞ്ചിനും ലഭിച്ച മാറ്റങ്ങൾ. അതായത് ആധുനിക ദേശീയത എന്ന ആശയം ലോകത്തിന് സംഭാവന ചെയ്തു. ഫ്യൂഡൽ വ്യവസ്ഥയിൽ തകർച്ച സംഭവിച്ചു. ജനാധിപത്യ ഭരണത്തിന് അടിത്തറ പാകി. രാജ്യം എന്നാൽ പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണെന്ന ബോധം കൊണ്ടുവന്നു. രാജ്യത്തിന്റെ നിലനിൽപ്പിന് ദേശീയതയിലൂടെയാണെന്നുള്ള ബോധം നൽകി. ഏകീകൃത അളവുതൂക്ക സമ്പ്രദായം കൊണ്ടുവന്നു. രാഷ്ട്രം എന്ന സങ്കല്പം അങ്ങനെ പൂർണ്ണമായത് ഫ്രഞ്ച് വിപ്ലവത്തിലൂടെയാണ്. സ്വാതന്ത്ര്യത്തിന്റെ മരം. അമേരിക്കൻ സ്വാതന്ത്ര്യത്തിന്റെ മരം എന്ന് പറയുന്നത് ഒരു ആലങ്കാരിക വാക്കായിരുന്നെങ്കിൽ ഫ്രാൻസിൽ ഇതൊരു ശരിക്കും സംഭവിച്ചൊരു സംഭവമായിരുന്നു. ഫ്രഞ്ച് വിപ്ലവകാലത്ത് പൊതുസ്ഥലങ്ങളിൽ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായി മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും അവയിൽ മോചനത്തിന്റെ പ്രതീകമായി കരുതപ്പെട്ടു പോയിരുന്ന ചുവന്ന ഫ്രീജിയൻ തൊപ്പികൾ തൂക്കുകയും ചെയ്തിരുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ചുവന്ന ഫ്രീജിയൻ തൊപ്പികളായിരുന്നു അവിടെയുള്ള ജനങ്ങൾ താങ്കൾ സ്വതന്ത്രരായെന്ന് കാണിക്കാൻ വേണ്ടി ധരിച്ചിരുന്നത്. അതുപോലെ ചുവന്ന ഫ്രീജിയൻ തൊപ്പികൾ അവരുടെ മോചനത്തിന്റെ പ്രതീകമായി മരങ്ങളിൽ കെട്ടിത്തൂക്കുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഫ്രഞ്ച് വിപ്ലവത്തിന് സ്വാധീനം ചെലുത്തിയ ഒരു ഇന്ത്യൻ വ്യക്തിയായിരുന്നു മൈസൂർ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താൻ എന്ന് പറയുന്നത്. ടിപ്പു സുൽത്താൻ തലസ്ഥാന നഗരമായ ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിന് മരം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായി നടുകയും ചെയ്തിരുന്നു. ഫ്രഞ്ചുകാരുമായുള്ള സഖ്യത്തെ തുടർന്ന് ടിപ്പു സുൽത്താന് ലഭിച്ച പേരായിരുന്നു പൗരനായ ടിപ്പു എന്ന് പറയുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ തന്നെ ശിശു എന്നും ലിറ്റിൽ കോർപ്പറൽ എന്നും ആധുനിക ഫ്രാൻസിന്റെ ശില്പി എല്ലാം അറിയപ്പെടുന്ന നെപ്പോളിയനെ കുറിച്ചാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇദ്ദേഹത്തിന്റെ വിശേഷണങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്നും കൂടി നോക്കാം. ആധുനിക ഫ്രാൻസിന്റെ ശില്പി എന്നും ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നും ലിറ്റിൽ കോർപ്പറൽ എന്നെല്ലാം അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് നെപ്പോളിയൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു വാക്കുകളാണ് മുകളിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഫ്രാൻസിന്റെ കിരീടം അഴുക്കുചാലിൽ കിടക്കുന്നത് ഞാൻ കണ്ടു. ഞാനാണ് വാളുകൊണ്ടെടുത്ത് വൃത്തിയാക്കി എന്റെ തലയിൽ തന്നെ വെച്ചു. 1769 ഓഗസ്റ്റ് 15-നാണ് നെപ്പോളിയൻ ജനിച്ചത്. 1769 ഓഗസ്റ്റ് 15-നാണ് നെപ്പോളിയൻ ജനിച്ചത്. ഫ്രഞ്ച് വിപ്ലവാനന്തരം ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ഫ്രാൻസിനെതിരെ രൂപീകരിക്കപ്പെട്ട യൂറോപ്യൻ സഖ്യത്തിന് നേരെ വിജയം കൈവരിച്ചതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയായിരുന്നു നെപ്പോളിയൻ എന്ന് പറയുന്നത്. ഫ്രഞ്ച് സൈന്യത്തിന്റെ ബ്രിഗേഡിയർ ജനറൽ ആയിരുന്നു നെപ്പോളിയൻ. ഫ്രഞ്ച് സൈന്യത്തിന്റെ ബ്രിഗേഡിയർ ജനറൽ ആയിരുന്നു നെപ്പോളിയൻ. ഡയറക്ടറിക്ക് പകരം 3
കോൺസൽമാർ അടങ്ങിയിരുന്ന ഒരു പുതിയ സംവിധാനം സ്ഥാപിച്ചു. ഡയറക്ടറിക്ക് പകരം 3 കോൺസൽമാർ അടങ്ങിയിരുന്ന ഒരു പുതിയ സംവിധാനം രൂപീകരിക്കുകയും അതിൽ ഒന്നാം കോൺസൽ ആയിരുന്നു നെപ്പോളിയൻ. പിന്നീട് അദ്ദേഹം ഫ്രാൻസിന്റെ ചക്രവർത്തിയായി സ്വയം അധികാരമേൽക്കുകയും ചെയ്തു. അദ്ദേഹം സ്വയമാണ് ഫ്രാൻസിന്റെ ചക്രവർത്തിയായിട്ട് അധികാരമേറ്റത്. നെപ്പോളിയൻ ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുത്ത വർഷം എന്ന് പറയുന്നത് 1799 അദ്ദേഹം എന്ത് ചെയ്തത്? ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുത്തത്. 1799 നെപ്പോളിയൻ ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുത്തു. നെപ്പോളിയൻ ഫ്രാൻസിന്റെ ചക്രവർത്തിയായി സ്വയം പ്രഖ്യാപിച്ചത് 1804 നെപ്പോളിയൻ ഫ്രാൻസിന്റെ ചക്രവർത്തിയായി സ്വയം പ്രഖ്യാപിച്ചത് 1804 നെപ്പോളിയന്റെ പരിഷ്കാരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കർഷകരെ കൃഷിഭൂമികളുടെ ഉടമകളാക്കി മാറ്റി. നെപ്പോളിയൻ കർഷകരെ കൃഷിഭൂമികളുടെ ഉടമകളാക്കി മാറ്റി. പൊതുകടം ഇല്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു. പൊതുകടം ഇല്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു. ഗതാഗത പുരോഗതിക്കായി നിരവധി റോഡുകൾ നിർമ്മിച്ചു. പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിന്റെ നിയന്ത്രണം ഏർപ്പെടുത്തി. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ച് ഒരു പുതിയ നിയമസംഹിതയുണ്ടാക്കി. ഇദ്ദേഹത്തിന്റെ പരിഷ്കാരങ്ങൾ വളരെ മികച്ചവയായിരുന്നു. കർഷകരെ എന്ത് ചെയ്തു? ഭൂമിയുടെ ഉടമകളാക്കുകയും പൊതുകടം ഇല്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് രൂപീകരിക്കുകയും ഗതാഗത പുരോഗതിക്കായി റോഡുകൾ നിർമ്മിക്കുകയും പുരോഹിതന്മാർക്കെതിരെ നിയന്ത്രണം കൊണ്ടുവരികയും സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി അദ്ദേഹം ബാങ്ക് ഓഫ് ഫ്രാൻസ് രൂപീകരിക്കുകയും നിലവിലുള്ള നിയമങ്ങളെല്ലാം ക്രോഡീകരിച്ച് പുതിയൊരു നിയമസംഹിത ഉണ്ടാക്കുകയും ചെയ്തു. കോണ്ടിനെന്റൽ വ്യവസ്ഥ. കോണ്ടിനെന്റൽ വ്യവസ്ഥ എന്ന് പറയുന്നത് നെപ്പോളിയൻ ബ്രിട്ടന്റെ സാമ്പത്തികമായി തകർക്കാനുള്ള ഒരു പദ്ധതിയായിരുന്നു കോണ്ടിനെന്റൽ വ്യവസ്ഥ. കോണ്ടിനെന്റൽ വ്യവസ്ഥ പൂർണ്ണ വിജയം അല്ലായിരുന്നെങ്കിലും നെപ്പോളിയൻ കൊണ്ടുവന്ന പ്രശസ്തമായ ഒരു വ്യവസ്ഥകളിൽ ഒന്നായിരുന്നു ഇത്. ഫ്രാൻസിന്റെ അധീനതയിലുള്ളതോ ഫ്രാൻസുമായി സൗഹൃദത്തിലുള്ളതുമായ രാജ്യങ്ങളെ ബ്രിട്ടനുമായി വ്യാപാരം നടത്തുന്നതിൽ നിന്ന് വിലക്കുക എന്നതായിരുന്നു ഈ വ്യവസ്ഥയിലൂടെ ഊന്നൽ നൽകിയിരുന്നത്. എന്നാൽ ഇത് പൂർണ്ണ പരാജയമായിരുന്നു. അങ്ങനെ 1815 വാട്ടർലൂ യുദ്ധത്തിലൂടെ നെപ്പോളിയനെ ബ്രിട്ടൻ പരാജയപ്പെടുത്തുകയും സെന്റ് ഹെലേന ദ്വീപിലേക്ക് നെപ്പോളിയനെ നാടുകടത്തുകയും ചെയ്തു. 1815 വാട്ടർലൂ യുദ്ധത്തിലൂടെ നെപ്പോളിയനെ ബ്രിട്ടൻ പരാജയപ്പെടുത്തുകയും നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത് ആർതർ വെല്ലസ്ലി ആയിരുന്നു. ആർതർ വെല്ലസ്ലിയാണ് വാട്ടർലൂ യുദ്ധത്തിലൂടെ നെപ്പോളിയനെ പരാജയപ്പെടുത്തി സെന്റ് ഹെലേന ദ്വീപിലേക്ക് നെപ്പോളിയനെ നാടുകടത്തിയത്. വിയറ്റ്നാം സമ്മേളനം. നെപ്പോളിയനെ പരാജയപ്പെടുത്തിയതിനു ശേഷം നടന്ന സമ്മേളനമാണ് വിയറ്റ്നാം സമ്മേളനം. 1821 മെയ് 5-നാണ് കേട്ടോ നെപ്പോളിയൻ അന്തരിച്ചത്. 1821 മെയ് 5-നാണ് നെപ്പോളിയൻ അന്തരിച്ചത്. വിയറ്റ്നാം സമ്മേളനം നെപ്പോളിയനെ പരാജയപ്പെടുത്തിയ ശേഷമാണ് വിയറ്റ്നാം സമ്മേളനം കൂടുന്നത്. ഓസ്ട്രേലിയയിലെ വിയറ്റ്നാമിലാണ് ഇത് കൂടിയത്. ഇതിന് നേതൃത്വം നൽകിയത് ഓസ്ട്രിയൻ ചാൻസലർ ആയിരുന്ന മെറ്റേണിച്ച് ആയിരുന്നു. ഓസ്ട്രിയൻ ചാൻസലർ ആയിരുന്ന മെറ്റേണിച്ച് ആയിരുന്നു ഇതിന് നേതൃത്വം നൽകിയത്. ഇത് ഓസ്ട്രേലിയയിലെ വിയറ്റ്നാമിലാണ് നടന്നത്. വിയറ്റ്നാം സമ്മേളനത്തിൽ പ്രധാനപ്പെട്ട കുറെ തീരുമാനങ്ങൾ എടുത്തിരുന്നു. അവ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. യൂറോപ്പിലെ രാജ്യങ്ങൾ ഫ്രഞ്ച് വിപ്ലവത്തിന് മുമ്പുള്ള രാജഭരണം പുനഃസ്ഥാപിക്കുക എന്നതായിരുന്നു ഒന്നാമത്തെ തീരുമാനമായി കണക്കാക്കുന്നത്. യൂറോപ്പിലെ രാജ്യങ്ങൾ ഫ്രഞ്ച് വിപ്ലവത്തിന് മുമ്പുള്ള രാജഭരണം പുനഃസ്ഥാപിക്കുക. ഫ്രാൻസിൽ ബൂർബൻ രാജഭരണം പുനഃസ്ഥാപിക്കുക. ബ്രിട്ടന്റെ നാവിക മേധാവിത്വവും റഷ്യയുടെ കീഴിൽ യൂറോപ്പിലെ ആധിപത്യവും അംഗീകരിക്കുക. മധ്യ യൂറോപ്പിൽ ഓസ്ട്രേലിയയുടെ
ഓസ്ട്രിയയുടെ മേധാവിത്വം അംഗീകരിക്കുക. 4 പ്രധാന തീരുമാനങ്ങളായിരുന്നു. യൂറോപ്പിലെ രാജ്യങ്ങളിൽ ഫ്രഞ്ച് വിപ്ലവത്തിന് മുമ്പുള്ള രാജഭരണം കൊണ്ടുവരികയും ഫ്രാൻസിലെ ബൂർബൻ രാജവംശത്തെ പുനഃസ്ഥാപിക്കുകയും ബ്രിട്ടന്റെ നാവിക മേധാവിത്വവും റഷ്യയുടെ കീഴിൽ യൂറോപ്പിലെ ആധിപത്യവും അംഗീകരിക്കുകയും മധ്യ യൂറോപ്പിൽ ഓസ്ട്രിയയുടെ മേധാവിത്വം അംഗീകരിക്കുകയും ചെയ്യുക എന്നതായിരുന്നു വിയന്ന സമ്മേളനത്തിൽ എടുത്ത പ്രധാന തീരുമാനങ്ങളെന്ന് പറയുന്നത്. അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഫ്രഞ്ച് റെവല്യൂഷനുമായി ബന്ധപ്പെട്ട് PSC മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള 10 ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. ഈ 10 ക്വസ്റ്റ്യനുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഫ്രഞ്ച് റെവല്യൂഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് അത് തന്നെ തിരിച്ചും മറിച്ചും നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിൽ ചോദിച്ചതായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 18ാം നൂറ്റാണ്ടിൽ താഴെ പറയുന്ന തത്വചിന്തകരിൽ ആരാണ് ഈ പ്രസിദ്ധമായ വാക്കുകൾ പറഞ്ഞത്? മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷെ എല്ലായിടത്തും ചങ്ങലയിലാണ്. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷെ എല്ലായിടത്തും ചങ്ങലയിലാണ്. ഈ പ്രസിദ്ധമായ വാക്കുകൾ 18ാം നൂറ്റാണ്ടിലെ തത്വചിന്തകന്മാരിൽ ആരാണ് പറഞ്ഞതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷെ എല്ലായിടത്തും ചങ്ങലയിലാണ് എന്ന് പറയുന്ന വാക്കുകൾ പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ എ റൂസോ ആണ്. ജീൻ ജാക്വസ് റൂസോയാണ് ഈ വാക്കുകൾ പറഞ്ഞിരിക്കുന്നത്. ഓർത്തു വെച്ചോളൂ, ഇതൊക്കെ തന്നെ പിന്നീടുള്ള ക്വസ്റ്റ്യനുകൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതായിരിക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ഉദ്ധരണികളിൽ തെറ്റായത് ഏതാണ്? തെറ്റായത് ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഒന്നാമത്തേതില് എനിക്ക് ശേഷം പ്രളയം, ലൂയി 15 ലൂയി 15 വാക്കുകളാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ശേഷം പ്രളയം. അടുത്തത് ഞാനാണ് രാഷ്ട്രം, ലൂയി 14. അടുത്തത് പറഞ്ഞിരിക്കുന്നത് സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ്. നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചർച്ച ചെയ്തതാണ്. അതിൽ നമ്മൾ പറഞ്ഞതാണ് സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണെന്നുള്ള വാക്കുകൾ പറഞ്ഞത് റൂസോ ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് മൂന്നാമത്തെ ഓപ്ഷൻ തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 3 മാത്രം. കാരണം നമ്മളോട് ഇവിടെ തെറ്റായത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ബാക്കി 2 എണ്ണവും ശരിയാണ്. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15 ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യം, സാഹോദര്യം, സമത്വം എന്നിവ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അതായത് സ്വാതന്ത്ര്യം, സാഹോദര്യം, സമത്വം എന്നിവ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇതെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇത് ഫ്രഞ്ച് വിപ്ലവവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓപ്ഷൻ ഡി ഫ്രഞ്ച് വിപ്ലവവുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ, സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആര്? സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോഷ്യൽ കോൺട്രാക്ട്. സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്ന ഗ്രന്ഥം റിപ്പബ്ലിക് എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച ഗ്രന്ഥമാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിൾ എന്നാണ് ഈ ഗ്രന്ഥം അറിയപ്പെടുന്നത്. ഇതൊരു സാമൂഹിക ഉടമ്പടി കൂടിയാണ്. ഇത് എഴുതിയത് മറ്റാരുമല്ല,
ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന റൂസോയാണ് ഇത് എഴുതിയത്. അപ്പം ഓപ്ഷൻ ബി റൂസോയാണ് ശരിയായ ഉത്തരം. അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യൻ. ഫ്രാൻസിൽ ഉണ്ടായിരുന്ന 3ാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ട വിഭാഗങ്ങൾ ഏതെല്ലാം? ഫ്രാൻസിൽ ഉണ്ടായിരുന്ന 3ാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ട വിഭാഗങ്ങൾ ഏതെല്ലാം? ബാങ്കർ, എഴുത്തുകാർ, പ്രഭുക്കന്മാർ, അഭിഭാഷകർ എന്നിവയാണ് ഇവർ തന്നിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്, എസ്റ്റേറ്റ് 1ലും 2ലുമാണ് പ്രഭുക്കന്മാരും പുരോഹിതന്മാരും ഉൾപ്പെടുന്നത്. അപ്പോൾ പ്രഭുക്കന്മാർ എന്തായാലും ഇല്ല. കോമണേഴ്സ് ആയിരുന്നു എവിടെ ഉണ്ടായിരുന്നത്? 3ാമത്തെ എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. 1ഉം 3ഉം 4ഉം ശരിയാണ്. ബാങ്കർ, എഴുത്തുകാർ, അഭിഭാഷകർ എന്നീ പറയുന്ന 3ഉം ശരിയാണ്. പ്രഭുക്കന്മാർ എസ്റ്റേറ്റ് 1ലുള്ളവരാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 6ാമത്തെ ക്വസ്റ്റ്യൻ. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. ഇത് നമ്മൾ നേരത്തെ നോക്കിയ ക്വസ്റ്റ്യനിൽ നിന്നൊക്കെയാണ് വന്നിരിക്കുന്നത്. ഞാനാണ് രാഷ്ട്രം, ലൂയി 11ാമൻ. എനിക്ക് ശേഷം പ്രളയം, ലൂയി 15ാമൻ. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ? കേക്ക് കഴിച്ചുകൂടെ, മേരി അറ്റോയിനറ്റ്. ഇത് നമ്മൾ നേരത്തെ നോക്കിയതാണ്. ശരി ഉത്തരമാണ് ഇതിൽ പറയേണ്ടത്. ഇതിൽ തെറ്റായ ഉത്തരമാണ് ഞാനാണ് രാഷ്ട്രം എന്ന് പറയുന്നത്. ഞാനാണ് രാഷ്ട്രം എന്ന് പറയുന്ന പ്രസ്താവന പുറത്തിറക്കിയത് ലൂയി 14ാമനാണ്, ലൂയി 11ാമനല്ല. എനിക്ക് ശേഷം പ്രളയം എന്ന് പറയുന്നത് ശരിയാണ്, ലൂയി 15ാമൻ പറഞ്ഞതാണ്. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ? കേക്ക് കഴിച്ചുകൂടെ എന്ന് ചോദിച്ചത് മേരി അറ്റോയിനറ്റ് ആണ്. മേരി അറ്റോയിനറ്റ് ലൂയി 16ാമന്റെ ഭാര്യയാണ്. അപ്പോൾ ഇതിലെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് 1ഉം 3ഉം ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഞാനാണ് രാഷ്ട്രം എന്ന പ്രസ്താവന ഇറക്കിയത് ലൂയി 14ാമനാണ്. അടുത്തത് 7ാമത്തെ ക്വസ്റ്റ്യൻ. ആരാണ് നിയമങ്ങളുടെ ആത്മാവ് എന്ന പുസ്തകം എഴുതിയത്? ആരാണ് നിയമങ്ങളുടെ ആത്മാവ് എന്ന പുസ്തകം എഴുതിയത്? നിയമങ്ങളുടെ ആത്മാവ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. മൊണ്ടേസ്ക്യു ആണ്. മൊണ്ടേസ്ക്യു ആണ് ശരിയായ ഉത്തരം. നിയമങ്ങളുടെ ആത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത്. അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യൻ. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെടുമ്പോൾ ആരായിരുന്നു ഫ്രാൻസിലെ ഭരണാധികാരി? ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെടുമ്പോൾ ആരായിരുന്നു ഫ്രാൻസിലെ ഭരണാധികാരി? 1664ലാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്. ആ സമയത്തെ ഫ്രാൻസിലെ ഭരണാധികാരി ആരായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ലൂയി 14ാമനായിരുന്നു ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചപ്പോൾ ഫ്രാൻസിലെ ഭരണാധികാരി. ലൂയി 14ാമൻ ആണ് ശരിയായ ഉത്തരം. അപ്പോൾ 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. The Bourbon King of France who declared I am the state is. അതായത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ആരാണ് ഞാനാണ് രാഷ്ട്രം എന്ന പ്രസ്താവന ഇറക്കിയതെന്നാണ് ചോദിച്ചിരുന്നത്. ഞാനാണ് രാഷ്ട്രം എന്ന പ്രസ്താവന ഇറക്കിയത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ലൂയി 14ാമൻ. ഓപ്ഷൻ സി ലൂയി 14ാമനാണ് ഞാനാണ് രാഷ്ട്രം എന്ന പ്രസ്താവന പറഞ്ഞത്. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 10ാമത്തെ ക്വസ്റ്റ്യൻ. Considering the following statement,
Which one is correct? Tennis court oath was related with French Revolution. Tennis court oath was related with French Revolution. Tiley, tithe, and gibel were terms denoting taxes prevailed in France during the French Revolution. Tiley, tithe, and gibel were terms denoting taxes prevailed in France during French Revolution. The Friend of Our Country was a journal of rebels during the French Revolution. The Friend of Our Country was a journal of rebels during the French Revolution. Pride's Purge was connected with French Revolution. Pride's Purge was connected with French Revolution. ഈ 4 സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ശരി ആൻസർ അറിയാവുന്നവർ കമന്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഫ്രഞ്ച് റെവല്യൂഷന്റെ ഫുൾ ക്ലാസ്സും ഇതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതിന്റെ നോട്ടുകൾ വേണമെങ്കിൽ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ PDF വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അതിൽ കയറി നോക്കാവുന്നതാണ്. ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ നോട്ടുകൾ കളക്ട് ചെയ്യാവുന്നതാണ്. NCERT ടെസ്റ്റിനെ ബേസ് ചെയ്ത് SCERT ടെസ്റ്റിനെ ബേസ് ചെയ്ത് എല്ലാ ആവശ്യമായിട്ടുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു എക്സാമിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഈ ക്ലാസ് ക്രമീകരിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് തീർച്ചയായും ഇത് യൂസ്ഫുൾ ആകും. സോ എല്ലാവരും കയറി നോക്കുക. ഇനിയുള്ള വീഡിയോയ്ക്ക് കാത്തിരിക്കുക. അതുവരെ ബൈ ഗൈസ്.